பணம் இன்னைக்கு போகும் நாளைக்கு வந்துடும். എടാ കുറച്ച് പൈസ അത്യാവശ്യമായിട്ടൊന്ന് ഒപ്പിക്കണമല്ലോ. പൈസ എന്ന് പറയുമ്പോൾ എത്ര ഉദ്ദേശിക്കണേ? ഒരു 4500 രൂപ. അത്ര ഉള്ള? ഞാൻ കരുതി അല്ല 1-2 വേണ്ടി വരുന്നു. ലാക്കേ അങ്ങനെ ഇപ്പൊ ജീപ്പ് ചെയ്യാൻ പറ്റൂല്ലോ, മറ്റേ ഡെയിലി ലിമിറ്റ് ഉള്ളതുകൊണ്ട്. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാണ് എൻ്റെ അവൻ്റെ കോമഡി. നിന്റെ അടുത്തെല്ലാം ഉണ്ടാവോ? എൻ്റെ അടുത്ത് 4500 അല്ലേ? പക്ഷെ എൻ്റെ പൊന്നടാ, ഒരു 50 രൂപയ്ക്ക് പെട്രോൾ ചെയ്യാൻ കാശില്ലാത്തോണ്ടേ ആ സൈക്കിളിന് വരാൻ ഓർത്തെ. അപ്പം ഞാൻ സൈക്കിളിൻ്റെ ടയർ പഞ്ചർ. ആ പഞ്ചർ ഓടിക്കാനുള്ള കാശും ഇല്ലാത്തോണ്ട് ഞാൻ നടന്നു വന്നു. അത് എന്നോടാണ് നീ. എടാ നിനക്ക് 4500 ശരിക്കും അത്യാവശ്യമാണോ? അതേടാ. എന്നാ ഒരു വഴിയുണ്ട്. ഹലോ പപ്പ, നമ്മുടെ കെൽവിൻ്റെ അനിയത്തിന്ന് വണ്ടിന്ന് വേണ്ടി. അവൻ കുറച്ച് ടൈറ്റില്ല. ഞാൻ അവനോട് ഹോസ്പിറ്റലിൽ അല്ല ബെസ്റ്റ് തന്ത. കുഴപ്പമില്ല, എനിക്ക് വേറെ ഐഡിയ കൂടി ഉണ്ട്. ഹലോ മമ്മി, നമ്മുടെ കെൽവിൻ അനിയത്തിയുടെ കാര്യത്തിനല്ലേ പപ്പ പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളൂ. നൈസ്. സോറി മനസ്സേ, ഞാൻ വിചാരിച്ചാലേ നടക്കണം തോന്നണില്ല. എടാ അതെനിക്കറിയാമായിരുന്നു. പക്ഷെ നീ ഇത്ര പരാജയം ഒന്നും വിചാരിച്ചില്ല കേട്ടാ. ആടാ ഞാൻ തോന്നിയാണ്. നിന്റെ വിഷമം കണ്ടപ്പോഴേ ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കിയത് ഞാൻ പരാജയം അല്ലേ? ആ ആ ചേട്ടാ, ഞാൻ നാളെ എടുത്താൽ മതിയോ? സ്ഥലത്തുണ്ടായില്ല അതാ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ആരാ? അതെ, നാളെ അവിടെ ബർത്ത്ഡേ ആണല്ലോ. ഞാനൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് വാങ്ങാനായിട്ട്. ഈ ഡ്രസ്സിന് എന്ത് വരെ വരും? 4500. പന്ന കഴിവേറിയ മോനെ, നിന്റെ ഊഴത്തത്തിന് വേണ്ടിയാണ് ഞാൻ കിടന്ന് നാണം കെട്ടി തന്നെ അവിടെ കിടന്നു. നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാവൂല. നാളെ 12 മണിക്ക് ഇത് കൊണ്ടേ കൊടുത്തില്ലെങ്കിലേ എന്റെ അവസ്ഥ. എന്റെ അവസ്ഥ അത് നിനക്ക് പറഞ്ഞ പെണ്ണില്ലാത്തവനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് ഈ പെണ്ണില്ലാത്തവനോട് ചോദിച്ചാലോ നീ? അപ്പൊ അതാ അവൻ്റെ ഒരു 4500 രൂപ. നീയാണ് അമ്മായിട്ട് മാറ്റി മോനെ. നീ ഒറ്റയ്ക്ക് ആലോചിക്കട്ടാ. നീ ഉണ്ടാക്കാൻ പറ്റാൻ ആലോചിക്കും. ഞാൻ പോവാണ്. പോലെടാ, ഞാൻ വെറുതെ പോലെന്ന്.